കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ, മാതാപിതാക്കന്മാർ ആധിപതിക്കുന്നവർ, അമ്മമാർ രാത്രിയും കണ്ണുനീരോടെ കിടക്കുന്നവരെ അവിടെ വയറിലങ്ങ് സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ പൈതാക്കാലം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ. ആധാവരേണമേ എന്നിൽ നിറയണമേ, ആധാവരേണമേ സൗഖ്യം നൽകണമേ, ആധാവരേണമേ എന്നിൽ നിറയണമേ, ആധാവരേണമേ സൗഖ്യം നൽകണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ അങ്ങയുടെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിലെ അങ്ങയുടെ അവകാശം ഓഹരിയ മക്കളുടെ മേലെ അങ്ങയുടെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവരെ, കടകമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടമില്ലാതെ വിഷമിക്കുന്നവരെ, ജോലിയില്ലാത്ത കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ആ മേഖല വീട്ട് മൃഗങ്ങളെയും അതുപോലെ തന്നെ വീട്ടു ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ, അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ, ഇങ്ങനെ വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വെള്ളം കയറി കിടക്കുന്നവർ, പൊറുക്കാൻ പറ്റാത്തവർ, കൊതുകിൻ്റെ കടികൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവർക്ക് പുതിയ ജീവിതം നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ശ്രുതികട. ഹല്ലേലൂയ, കർത്താവെ, പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ കർത്താവെ, പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട്. ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മക്കളുടെ അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കർത്താവ്, വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശോയെ. വിസ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർസീസിൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈശോയെ. വസ്തു ജപ്തിയായി പോയവർ, അതുപോലെ ലേലത്തിലായിപ്പോയവർ, കർത്താവെ, ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വൈവാഹിക തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ, ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ള ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ, അകന്ന് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട. പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികൾ സംഭവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, അനുകൂലമായ കാലാവസ്ഥകൾ, ആ ദിവസങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥകൾ ദൈവം നൽകുന്നതിന് വേണ്ടിയും അപകടങ്ങളൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ പോലും ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ അത് പരിപൂർണമായ ദൈവകൃപയിൽ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട. ഹല്ലേലൂയ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ആ സ്ഥലങ്ങളിൽ ഭൂമിയെ മുഴുവൻ ജപമാല കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജപമാല നടത്തുന്നത്.
അങ്ങനെ ജപമാല നടത്തുന്ന എല്ലാവരെയും, ആ ജപമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധയുടെ നീല മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രാൻസിലും റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയുള്ള ജവമാല റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജവമാല റാലിയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുകയും ആ നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്തെല്ലാം നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും ദൈവത്തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിയ. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് എനിക്ക് വലിയ നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ജോലി ലഭിക്കണം എന്നതായിരുന്നു എൻ്റെ നിയോഗം വെച്ചിരുന്നത്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ജോലി ലഭിക്കണമെന്ന് നിയോഗം വെച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി തുടങ്ങി.
അതിനുശേഷം ഞാൻ CV കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആദ്യം CV കൊണ്ടുവന്ന് കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അവരെന്നെ വിളിച്ചു. അവിടെ ഞാൻ 1 വർഷക്കാലം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ കോവിഡിൻ്റെ ടൈമായി. അപ്പോൾ ഞാൻ OET പഠിക്കാം എന്നുള്ള രീതിയിൽ OETക്ക് ജോയിൻ ചെയ്തു. പക്ഷേ കോവിഡ് വന്നതുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെയും ഗ്യാപ്പായി. പിന്നെയും വിഷമിച്ച് പിന്നെയും CV പലയിടത്തും കൊടുത്തു. അങ്ങനെ അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിൽ എനിക്ക് 2ാമത് ജോലി ലഭിച്ചു. അപ്പോൾ കോവിഡിലാണ് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കോവിഡിൽ തന്നെ ജോലി ചെയ്യാം. അങ്ങനെ 6 മാസക്കാലം കോവിഡിൽ ജോലി ചെയ്തു. കോവിഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കിഡ്നി സ്റ്റോണിൻ്റെ സർജറി ആവശ്യമായിട്ട് വന്നു. അങ്ങനെ കുറച്ച് ലീവ് വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഇനി ജോലി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 6 മാസം ജോലി ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, 1 വർഷം ജോലി ചെയ്താലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. 6 മാസം ഞാൻ വളരെ വിഷമിച്ചാണ് കോവിഡിൽ ജോലി ചെയ്തത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരണം, എനിക്ക് ആകെ 1 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ, ഞാൻ പിന്നെ വർക്ക് ചെയ്ത് ഈ 6 മാസം കൂടി എനിക്ക് നീ തരണം എന്ന് ഞാൻ പറഞ്ഞു. അമ്മയോട് കരഞ്ഞു പറഞ്ഞു. തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ട, നമുക്കൊരാളോട് ചോദിച്ചു നോക്കാം, ആളോട് പറഞ്ഞിട്ട് അവിടുത്തെ മാനേജ്മെൻറ്റിൽ പറഞ്ഞ് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പോൾ ഒരു വാക്ക് പോലും അതുവരെ 2-3 തവണ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു തരാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പം തന്നെ എനിക്ക് എഴുതി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നു. അതിനുശേഷം ഞാൻ പിന്നെയും OET പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം 35 രൂപ അടയ്ക്കണം, അതിനുള്ള ഇതില്ല, എഴുതിയാലും കിട്ടില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെയും അത് മുടങ്ങിപ്പോയി. പിന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ആദ്യമേ തന്നെ വന്നപ്പോൾ തന്നെ ഒരു നിയോഗം വെച്ചിരുന്നു, എനിക്ക് വിദേശത്ത് പോകാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്തു. പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ വഴി OET എടുത്തിട്ട് വേറെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യത്തേക്ക് പോകാമെന്നാണെന്ന് ഓർത്ത് ഞാൻ അതിൻ്റെ പുറകെയാണ് നടന്നത്. പിന്നീട് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, അമ്മ മാതാവ് എനിക്ക് വേണ്ടി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അത് എനിക്ക് തിരഞ്ഞെടുത്ത് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് എനിക്കൊരു ദിവസം പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഉടമ്പടിയൊക്കെ പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഇത് വന്നായിരുന്നു. ജർമ്മനിലേക്ക് നഴ്സുമാരെ കൊണ്ടുപോകണേൻ്റെ batch 3 ആയിരുന്നു അത്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ജർമ്മൻ ഭാഷ പഠിക്കാൻ എനിക്ക് പറ്റില്ല. അതിനു മുന്നേ എൻ്റെ ഒരു കസിൻ ജർമ്മനിക്ക് പോയപ്പോൾ എൻ്റെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു നീ ജർമ്മൻ പഠിക്കേ, നിനക്ക് ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജർമ്മൻ പഠിക്കാൻ പറ്റില്ല, അത് ഭയങ്കര പാടാണ്, എനിക്കത് പഠിച്ചാൽ കിട്ടില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എനിക്കത് കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ അത് അപ്ലൈ ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ വന്നു, അതിൽ സെലക്ട് ആയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റായിട്ടാണ് പോണത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്ക് മെയിൽ വന്നു, ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടുണ്ട്, ഇനി ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് OET എഴുതി എൻ്റെ പൈസ വെറുതെ പോകും, ഞാനത് എഴുതിയാൽ ശരിയാവില്ല. അപ്പോൾ അമ്മ മാതാവിന് മനസ്സിലായി ഞാനത് ഒരിക്കലും എഴുതൂല, ഒരു എക്സാമും ഞാൻ എഴുതൂല എന്ന് അമ്മ മാതാവിന് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് ഈ വഴി കിട്ടിയത്. അപ്പം നോർക്ക റൂട്ട്സിൽ ചെന്നപ്പോൾ ഒരു പൈസ പോലും കൊടുക്കേണ്ടി വന്നില്ല. A1 A2 B1 എല്ലാ പരീക്ഷയും അവർ തന്നെയാണ് എക്സാം ഫീസ് അടയ്ക്കുന്നതും റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്യാഷും എല്ലാം. 1 രൂപ പോലും എനിക്ക് ചിലവാകാതെ തന്നെ എൻ്റെ B1 വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. B1 എക്സാമിന് ഞാൻ എക്സാം എഴുതി. അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു B1, കാരണം ജർമ്മൻ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്കത് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റായിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. പോയി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു അരികത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഇനി ഈ കോമ്പൗണ്ടിൽ എനിക്ക് വരാൻ നീ ഇടവരുത്തരുത്, ഇനി 2ാമത് എഴുതാനൊരു അവസരം നീ ഉണ്ടാക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ വീട്ടിൽ വന്നു. ഡിസംബർ 24-ാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്.
അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, കാരണം എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടില്ലല്ലോ. 2 എണ്ണമെങ്കിലും അമ്മ മാതാവ് തന്നാൽ മതി എന്ന് ഓർത്താണ് ഞാൻ റിസൾട്ട് തുറക്കുന്നത്. അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ 4 എനിക്ക് കിട്ടി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 കിട്ടി. ഞാൻ എന്നിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് ഞാൻ എൻ്റെ പഠിച്ച സ്ഥലത്ത് പോയപ്പോൾ എൻ്റെ മാം പറഞ്ഞു, ഗോഡ്സ് ഗ്രേസ് വിത്ത് യു എന്ന് പറഞ്ഞു, നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ശരിയാണ്, കാരണം എനിക്ക് എൻ്റെ മാർക്ക് കണ്ടാൽ അറിയാം എൻ്റെ മാതാവ് എനിക്ക് തന്നതാണെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ, ജർമ്മനി ഒരു ഹോസ്പിറ്റലിൽ കയറാനായിട്ടുള്ള ഇൻ്റർവ്യൂ വന്നു. പക്ഷെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ കുറേ വിഷമിച്ചു, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെയും വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി, അമ്മ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് പോയി സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 14-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ട് ഞാൻ നീലത്തിരി കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സെപ്റ്റംബർ 23-ാം തീയതി ആ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്കത് കിട്ടി. അതിനുശേഷം ഡിസംബറിൽ എൻ്റെ വിസ വന്നു. ഈ 31-ാം തീയതി എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള ടിക്കറ്റും വന്നു. 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് ചിലവാക്കാൻ ഇടവരുത്താതെ, ഒരാളുടെ സഹായം പോലും ചോദിക്കാൻ ഇടവരുത്താതെ എൻ്റെ അമ്മ മാതാവ് എല്ലാം ശരിയാക്കി തന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് മാതാവ് എല്ലാം തരും എന്നുള്ളത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു ദിവസം ഉടമ്പടിയിൽ എൻ്റെ കാര്യം കൂടെ വെക്ക്, എൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി വെക്കെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ, മമ്മിക്കാണെങ്കിൽ 15 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഷുഗർ മാറില്ലല്ലോ, 15 കൊല്ലമായിട്ടുള്ള ഷുഗറല്ലേ. അപ്പം ഞാൻ എന്നാലും അമ്മ മാതാവിൻ്റെ ഇതിൽ ഞാൻ വെച്ചു, മമ്മിയുടെ വിശ്വാസമല്ലേ, 15 വർഷമാണെങ്കിലും അത് മാറ്റി കൊടുക്കണമെന്ന് ഞാൻ വെച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ചെന്ന് തൈലവും ഉപ്പും മമ്മിയുടെ കയ്യിലുണ്ട്, മമ്മി അതെന്നും കഴിക്കലുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഷുഗറൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല, അമ്മ മാതാവ് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഷുഗർ വളരെ നോർമലായി. 110 താഴെയാണ് ഫാസ്റ്റിംഗ് ലെവൽ കാണിക്കുന്നത്. ഈ നിമിഷം വരെ, അന്ന് തുടങ്ങി ഇന്ന് വരെ, ഇതുവരെ ഷുഗർ 110-ന് മുകളിലേക്ക് വന്നിട്ടില്ല എൻ്റെ അമ്മയുടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥലത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം അതിനു വേണ്ടി നടന്നെങ്കിലും അത് കിട്ടാറായപ്പോൾ പിന്നെ അത് മുടങ്ങിപ്പോയി, പിന്നെ പട്ടയം കിട്ടിയില്ല. 65 വർഷത്തോളമായിട്ട് പട്ടയമില്ല. അങ്ങനെ അവിടെ ചെന്ന് പട്ടയത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് അവരുടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മുന്നാധാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാ ആധാരങ്ങളും കൊടുത്തു. പറഞ്ഞു അതിന് മുന്നേ ഉള്ള മുന്നാധാരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. ആകെ വിഷമത്തിലായി, ഇനി കിട്ടൂല പട്ടയത്തിന്, ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചു. അങ്ങനെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗം വെച്ചു, അമ്മ മാതാവ് പട്ടയം തരണം എന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഇതിൽ പിന്നീട് ഞങ്ങളവിടെ ചെന്നപ്പോൾ 2 സിറ്റിങ്ങിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പട്ടയം ലഭിച്ചു. സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും അതിൽ മാതാവ് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, എനിക്ക് പഠിക്കാൻ അത്ര അങ്ങോട്ട് ഇതില്ല. അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയും, അമ്മ എൻ്റെ കൂടെ ഒന്ന് പരീക്ഷ എഴുതണമെന്ന്. ഞാനിവിടെ വന്ന് നേഴ്സിംഗ് തന്നെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ അത് കൂടാതെ ഒരു ഡിഗ്രിയും ഒരു മാസ്റ്ററും ഞാൻ എടുത്തായിരുന്നു. MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കൂടെ ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്യണ സമയത്ത് എനിക്കാണെങ്കിൽ അത് പഠിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് കിട്ടുന്നുമില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. ഞാൻ അമ്മയുടെ കാശ് രൂപം തൈലവും കൊണ്ടാണ് ഞാൻ ഓരോ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഞാൻ എഴുതിയ ഒരു പരീക്ഷ പോലും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലായി തുടങ്ങി അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് ഒരു പരീക്ഷ പോലും രണ്ടാമത് എഴുതേണ്ടി എനിക്ക് വന്നിട്ടില്ല. എല്ലാം എനിക്ക് നല്ല മാർക്കോടുകൂടിയാണ് എൻ്റെ അമ്മ എന്നെ ഓരോ പരീക്ഷയിലും വിജയം നൽകിയത്. വസ്ത്രധാരത്തവർക്ക് വസ്ത്രം കൊണ്ടു കൊടുക്കുകയും ഭക്ഷണം ഞാൻ പൊതിച്ചോറ് കൊടുത്തയക്കുകയും, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ പൊതിച്ചോറ് കൊടുത്തയക്കും. ആൾ പോണ വഴിയിൽ ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം ഇല്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പത്രം ഞാൻ ഇവിടുന്ന് 1-ാം തീയതി വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അത് ഞാൻ ഓരോ വീടുകളിൽ കയറി കൊണ്ട് കൊടുക്കുമായിരുന്നു പത്രം. അതുപോലെ പള്ളിയിൽ, അറിയില്ലാത്ത പള്ളികളിൽ വരെ പോയിട്ട് പത്രം കൊടുക്കുമായിരുന്നു. കുറേ പേര് വേണ്ടാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. പക്ഷെ എന്നാലും പിന്നെയും കൊടുക്കുമായിരുന്നു. അങ്ങനെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു.
ഉടമ്പടി ധ്യാനം കേൾക്കുമായിരുന്നു. അത് സ്റ്റാറ്റസ് ഇടും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ആദ്യം ഞാൻ പണ്ട് മുതലേ പള്ളിയിലൊക്കെ പോവായിരുന്നു. പക്ഷെ എന്നാലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു അനുഭവം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് വെറുതെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. അപ്പം ഞാൻ ഓർക്കും, ഞാൻ എന്തിനാണ് കരയണത്, എനിക്ക് അത്ര സങ്കടമില്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ഈശോ ഇപ്പോൾ ഒത്തിരി അനുഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തത്ര എനിക്ക് വിഷമം വരുമായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ പള്ളിയിൽ ചെന്നാലും എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്ര കൂടി എനിക്ക് ഈശോയോടും മാതാവിനോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു. എനിക്ക് ഈശോപ്പയും അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഈ ഇൻ്റർവ്യൂ ലേറ്റ് ആയപ്പോഴും എനിക്ക് വിസ വന്നിട്ട് ടിക്കറ്റ് വരാൻ ലേറ്റ് ആയപ്പോഴും ഒന്നും എനിക്കൊരു ഭയവും തോന്നിയില്ല. കാരണം ഇവിടെ വരെ നടത്തിച്ച് എൻ്റെ അപ്പനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഈശോപ്പ എനിക്ക് തരും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്രോസസ്സിങ്ങിലായതിനു ശേഷം ഇത്രയും ലേറ്റ് ആയെങ്കിലും എനിക്ക് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് കിട്ടിയത്. എനിക്കപ്പോൾ ഞാൻ കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഒത്തിരി വേദനിച്ച് കരഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലായി, എനിക്ക് വന്നതെല്ലാം ഒരു ചെറിയ ചെറിയ ക്ലിനിക്കും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് തരാനുള്ളത് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അമ്മ മാതാവ് എനിക്ക് അവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി തന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥനും പരിശുദ്ധ കൃപാസനം അമ്മയ്ക്കും ഒത്തിരി നന്ദിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ജെയിനറ്റ്. ഞാൻ കട്ടപ്പന വെള്ളയാങ്കുടി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ മാസം 1-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാൻ കാരണം ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നപ്പോഴാണ്. ഞങ്ങൾ ചെറിയ തോതിൽ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ 6-7 വർഷം മുൻപ് ടെർമിനേറ്റ് ചെയ്ത കട്ടപ്പന നഗരസഭയിലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് നടന്നു. 2025 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ് നറുക്കെടുപ്പ് നടന്നത്. ഞാനും അപേക്ഷിച്ചിരുന്നു. നറുക്ക് എനിക്കാണ് വീണത്. ഈ 6-7 വർഷമായി ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ വിതരണാവകാശം ഏൽപ്പിച്ചിരുന്ന സമീപ ഏജൻസികൾ പലവിധ കേസുകൾ ഹൈക്കോടതിയിൽ കൊടുത്തു. നറുക്കെടുപ്പിനെതിരെയാണ് കൊടുത്തത്. ഷഫ്ലിംഗ് ശരിയായില്ല, കൃത്രിമം നടന്നു, ബാഹ്യ ഇടപെടലുണ്ടായി, അങ്ങനെ ഒത്തിരി കാരണങ്ങളാണ് അവർ നിരത്തിയത്. ഒരു രീതിയിലും ബാഹ്യ ഇടപെടലുകളൊന്നും ഉണ്ടാവുകയില്ല. കാരണം ഇത് കളക്ടറുടെ നേതൃത്വത്തിൽ അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന ഒരു നറുക്കെടുപ്പാണ്. ഒരു കാരണവശാലും നമുക്കിതിൽ കൃത്രിമം കാണിക്കാനോ പുറത്തുനിന്ന് കൈ കടത്താനോ ഒന്നും സാധിക്കില്ല. എങ്കിലും അവർ കേസുമായി മുൻപോട്ട് പോയി. ഇതിനോടകം നഗരസഭയിൽ നിന്നും IOCയിൽ നിന്നുമൊക്കെ നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ ലഭിക്കുകയും നമ്മൾ പണികളൊക്കെ ആരംഭിച്ചു. നറുക്കെടുപ്പ് നടന്ന് 1.25 വർഷമായിട്ടും കേസുകളുടെ കാര്യത്തിൽ യാതൊരു തീർപ്പും ഉണ്ടായില്ല. ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ പറഞ്ഞു, ചേച്ചി നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാം. അമ്മ മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വന്ന് കൃപാസനത്തിൽ വന്ന് 2023 ഒക്ടോബർ മാസം 1-ാം തീയതി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കഴുത്തിൽ ജപമാലയിൽ കൊരുത്ത് കൃപാസന മാതാവിന് എപ്പോഴും ധരിച്ചിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് IOCയുടെയും നറുക്കെടുത്ത കമ്പനിയുടെയും ഒക്കെ വക്കീലുകൾ ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി ഹാജരാകുകയും ഇതിലൊരു കൃത്രിമവും നടന്നില്ല എന്ന് വാദിക്കുകയും ഹൈക്കോടതി അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് 80 ദിവസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ കേസുകൾ തള്ളിപ്പോവുകയും നമുക്ക് അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തു. ഇതിനോടകം നറുക്കെടുപ്പ് നടന്ന ദിവസത്തെ CD കാണാതെയായി. CD കാണാതാവുക എന്ന് വെച്ചാൽ IOCയുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ CD കൊണ്ടുപോയി വെച്ച സ്ഥലം വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നാണ്. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിൽ യാതൊരു കൃത്രിമവും നടന്നില്ല എന്ന് നമുക്ക് തെളിയിക്കാനുള്ള ഏക തെളിവാണ് ഈ CD. അപ്പോഴും ഒക്കെ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വലിയ ദൈവാനുഗ്രഹത്താൽ CD കണ്ടെത്തുകയും സമയത്ത് തന്നെ നമുക്ക് കോടതിയിൽ ഹാജരാക്കാനും സാധിച്ചു. കാരണം സമയത്ത് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ വീണ്ടും ഇത് അവധിക്ക് വയ്ക്കുകയും നമുക്കിത് സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ പിന്നെയും കാലതാമസം വരികയും ചെയ്യും. അങ്ങനെ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ തന്നെ 2023 ഡിസംബർ മാസം 20-ാം തീയതി ബില്ലടിച്ച് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. അടുത്തത് മകളുടെ വിവാഹമാണ്.
ഗ്യാസ് ഏജൻസിയുടെ നടത്തിപ്പ് ഇത്രയും നീണ്ടുപോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. മകളുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ്. ഏതാണ്ട് ഈ ഏജൻസി തുറന്ന് പ്രവർത്തിച്ചതിനോട് അടുത്ത സമയത്തായിരുന്നു വിവാഹം. എങ്കിലും പ്രതിസന്ധികളൊന്നും കൂടാതെ ഭംഗിയായി തന്നെ മകളുടെ വിവാഹം നടത്തുവാൻ സാധിച്ചു. കൂടാതെ മകൾക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു, പഠനവും ആരംഭിച്ചു. മക്കളുടെ പരീക്ഷാ മേഖലയും ജോലി മേഖലയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അതിനും ഒത്തിരി നന്ദി പറയുന്നു. അടുത്തത് സ്ഥലം വിൽപ്പനയാണ്. വിൽക്കുന്നതിനായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിരുന്നു. ഒത്തിരി തടസ്സങ്ങളായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. കാര്യം സ്ഥലമൊക്കെ നല്ലതായിരുന്നു, എങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം അത് മുടങ്ങിപ്പോകുമായിരുന്നു. ഒരു വർഷത്തോളമായിട്ട് വിൽപ്പന നടക്കാതെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ നിന്ന് ലഭിച്ച വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളായി ഉപ്പും മണ്ണുമൊക്കെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽക്കുവാൻ നമുക്ക് സാധിച്ചു. അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും കൊടുത്തു തീർക്കാറുണ്ട്. ഞാൻ ഈ പത്രം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ പത്രവും ഒന്നിച്ചെടുത്ത് വെച്ച് വിശ്വാസപ്രമാണവും എത്രയും മാതാവും ഒക്കെ ചൊല്ലും. എന്നിട്ട് ഈ പത്രം വാങ്ങുന്നതും വായിക്കുന്നതുമായ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. കൂടാതെ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും വാട്സപ്പ് സ്റ്റാറ്റസായി ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവർത്തികളായി ചെയ്യുന്നത് രോഗികളെ സന്ദർശിക്കാറുണ്ട്. കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്യാറുണ്ട്. കൂടാതെ ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന ആകാശപ്പറവൾ എന്നൊരു സ്ഥാപനം കട്ടപ്പന നഗരസഭയിൽ നമ്മുടെ അടുത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ പോവുകയും സാമ്പത്തിക സഹായം കഴിയുന്നതുപോലെ ചെയ്യുകയും ചെയ്യാറുണ്ട്. വ്യക്തിപരമായിട്ട് ആത്മീയമായും ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുന്നുണ്ട്. കൂടാതെ സാധിക്കുന്നിടത്തോളം 15 ദിവസം കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട്. ഇനി എന്തെങ്കിലും വീഴ്ചകൾ വന്നാലും ഏറിയ പങ്കും 15 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.